പിന്നെ നോക്കുമ്പോ പുഷ്പ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്ത് ക്ലൈമാക്സ് ഒക്കെ എന്ന് വെച്ചാൽ ഹൈലി പ്രഡിക്റ്റബിൾ ആണ്. വെറുതെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ വിചാരിച്ച് ഓക്കെ സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും ഉണ്ടോ നല്ലപോലെ കണ്ടോണ്ടിരിക്കാന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഉള്ള എല്ലാം പോയി. ആലോചിച്ചു ഈ സ്ക്രിപ്റ്റ് പുള്ളിക്കാരൻ തന്നെ എഴുതിയാണ്. എനിക്ക് നല്ല സംശയമുണ്ട്. പിന്നെ ക്യാമറ വർക്ക് VFX ഒക്കെ എവിടെയൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ട് എന്തിനാ ആ സീനൊക്കെ വന്നതെന്ന് ആലോചിക്കുന്നത്. ഇതിന്റെ അത് ആവശ്യമില്ലായിരുന്നു. ഇതിന്റെ അകത്ത് കുറെ ചൈതന്യം അത് പറഞ്ഞ ചൈതന്യമല എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ വർഷത്തെ ട്രോളിനുള്ള ഏറ്റവും വകുപ്പുള്ള സിനിമയാണ് പൃഥ്വിരാജിന്റെ അഭിനയിച്ചതിൽ. 5 വർഷം എന്തിനാണ് കളഞ്ഞെന്ന് ആലോചിക്കണം. ഈ സിനിമയൊക്കെ എടുക്കും ഇത്ര ബഡ്ജറ്റിന്റെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ വിജയിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ എന്റെ അഭിപ്രായം തന്നെയാണെങ്കിൽ ഒരു 5-ന് 2 അല്ലെങ്കിൽ 1 അത്രേ കൊടുക്കാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ ഈ സിനിമയിൽ. AC ഇരിക്കുക അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂർ വരാം. അല്ലാതെ 10 പൈസക്കില്ല, 10 പൈസക്കില്ല കാര്യം പറ്റും. 3 മണിക്കൂർ പിടിച്ചിരിക്കണതിന് വലിയ കാര്യമാണ്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞ തടവ് 200 രൂപ പിഴയായിപ്പോയി. അങ്ങനത്തെ ഒരു പടമായിപ്പോയി. പടം മോശം. പടത്തിന്റെ സ്ക്രിപ്റ്റ് കൊള്ളൂല. ഇതാണ് ആ ബുക്ക് എന്ന് പറഞ്ഞെങ്കിൽ അയ്യോ ഇത് വളരെ മോശം. വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം. മേക്കിംഗ് ആണ് മോശം പടത്തിന്റെ. അയ്യോ പെർഫോമൻസ് വൈസ് ഷമ്മി തിലകൻ സാർ കൊള്ളാം. പുള്ളി കാണാൻ തിലകൻ സാറിനെ പോലെ തന്നെയുണ്ട്. അല്ലാതെ പക്ഷെ പുള്ളിയുടെ ക്യാരക്ടറൊക്കെ ഫസ്റ്റ് കാണിക്കുമ്പോ കൊള്ളാം. ലാസ്റ്റ് ഒക്കെ കാണണം. പൃഥ്വിരാജിന്റെ പുള്ളിയുടെ മേക്കപ്പ് ഒക്കെ വളരെ മോശമാണ്. പടം മൊത്തത്തിൽ ഒരു അപരാധമായി പോയി. സ്ക്രിപ്റ്റും കൊള്ളൂല, മേക്കിംഗ് ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല മേക്കിംഗ് ആയിരുന്നു. നല്ല BGM എല്ലാം ഓക്കെ. സെക്കൻഡ് ഹാഫ് പോയി കയ്യിന്ന് പോയി. കൊള്ളൂല. രാവിലെ എണീറ്റൊന്നും ഒരു അവധി കിട്ടിയതുകൊണ്ട് വന്നത് വേസ്റ്റ് ആയി പോയി. ഒരു ഫസ്റ്റ് ഹാഫിന്റെ ഒരു 30 മിനിറ്റ് ലാസ്റ്റ് അത് അത്രയും കൊള്ളാം. കണ്ടിരിക്കാം. മൊത്തം പോയി ഒന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ആ ഫീൽ അതിൻ്റെ അത് ഇരുന്നിട്ട് എങ്ങനെയും എണീറ്റ് പോകണമെന്നായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ എൻ്റെ ആണ് സമയത്ത് ഒരു കുറെ കോൺസെപ്റ്റ് ചൈതന്യമല അത് ഈ വർഷം ട്രോൾ വരാൻ പോകുന്ന സംഭവമായിരിക്കും. ചൈതന്യമല ഉറപ്പാ. ഓക്കെ OTT വരുമ്പോ ആൾക്കാർ എക്സ്പീരിയൻസ് കാണാം. സാൻഡലിന്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ തന്നെ വരും. പറയില്ല. The female lead character, she also have done എന്താ പറയുക ഒരു ഭയങ്കര ബോൾഡ് ക്യാരക്ടറാണ് പുള്ളിക്കാരത്തി ചെയ്തിരിക്കുന്നത്. പിന്നെ റൊമാൻസ് ഒക്കെ കുറച്ചധികം ക്രിഞ്ച് ആയിട്ട് തോന്നി. കുറച്ച് ഓവർ ഇതായി പോയതുപോലെ ഫീൽ ചെയ്തു. But it was good as a whole. It was BGM is very good കേട്ടോ. അത് പറയണം. ബിക്കോസ് ആ വണ്ടിയുടെ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇൻ പേഴ്സൺ അത് ഭയങ്കര കിടിലെന്നൊന്നും പറയാനില്ല. 1 ടൈം വാച്ച്. ഒരു നമുക്ക് പണ്ടൊക്കെ കിട്ടിയുന്ന ഒരു മാസ് മസാല ഇല്ലേ, അങ്ങനെ നമുക്കൊരു 1 ടൈം വാച്ച് ആയിട്ട് കാണാം. ചില സീൻസിലൊക്കെ തോന്നി കേട്ടോ. അയ്യപ്പനും കോശിയുടെ ഒക്കെ ചില ഒരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ മൂവി കാണുമ്പോൾ എവിടെയെങ്കിലും തോന്നിപ്പോകും. ആ ഒരു റെഫറൻസ് നമുക്ക് വരാറുണ്ട്. Obviously, definitely yes, because the movies which he have done അത് obviously അത് ഉണ്ടാവുമല്ലോ. പാളിപ്പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഭയങ്കര ലെന്തായിരുന്നു. പിന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അറിയാം സ്ഫടികം സിനിമയാണെന്ന്. സ്ഫടികമാണ്. അതായത് തിലകൻ സാർ ഇല്ലല്ലോ. തിലകൻ സാറിന് പകരം തിലകന്റെ മകനായിട്ട് ഷമ്മി തിലകൻ വന്നിട്ടുണ്ട്. ആ ഒരു സാധനം. അതായത് സ്ഫടികത്തില് തിലകൻ വെടികൊണ്ട് ചാവുന്നു. ഇതില് ഷമ്മി തിലകൻ പൃഥ്വിരാജിനെ വെടിവെക്കുന്നു കയ്യിൽ. അവസാനം അച്ഛനെ കിടന്ന ഒരു സീനും സ്ഫടികത്തിലുണ്ട്. അതേപോലെ പൃഥ്വിരാജ് തിലകന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ കുറെ സംഭവങ്ങൾ സ്ഫടികം തന്നെയാണ്. പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ നടിയുണ്ടല്ലോ, അവര് നല്ല മാസ്പരിക അഭിനയമായിരുന്നു. പിന്നെ പൃഥ്വിരാജിന്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു നമ്മളെ ഭ്രമരത്തിലെ ലാലേട്ടനെ പോലെ. ലാലേട്ടന്റെ എല്ലാ സ്റ്റൈലുമാണ്. സ്റ്റണ്ടും അല്ല അതേ സ്റ്റൈലാണ്. പക്ഷെ ഒത്തില്ല. അത് ഒരേ ഒരു രാജാവുള്ളൂ മോഹൻലാൽ. എന്നാലും കയറി വരട്ടെ. നമ്മളെ മലയാളം വൺ ടൈം വാച്ചാണ്. ഒരു വൺ ടൈം വാച്ച് പട ഫിലിമാണ്. ഒരു വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഫിലിം അങ്ങനെയൊന്നുമില്ല. പിന്നെ പുഷ്പ റെഫറൻസ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഇല്ല. പുഷ്പ റെഫറൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അതിനകത്ത്. നല്ലൊരു വൺ ടൈം വാച്ച് തന്നെയാണ്. പിന്നെ ഒരു കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് സ്വന്തമായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. അത് പുള്ളി മല ജീപ്പ് ഓടിച്ച് കയറുന്നു. അങ്ങനെ കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട് അതിനകത്ത്. നല്ല VFXും നല്ല വർക്ക് ചെയ്തിട്ടുണ്ട്. അഭിനയം ഷമ്മി തിലകൻ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷമ്മിയുടെ പുള്ളിക്കാരുടെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മേക്കിംഗ് അടിപൊളിയാണ്. പിന്നെ കുറച്ച് ലാഗ് ഉള്ള പോലെ ഒരു വൺ ടൈം വാച്ചാണ്. കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ സിനിമ കണ്ടപ്പോൾ അത് ലൈവിൽ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. വെറും നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഏറ്റവും മുകളിലുള്ള ക്ലാസ്സിൽ ഇരുന്നതാണ്. 525 രൂപയാണ് ടിക്കറ്റിന് കൊടുത്തത്. സോ
ഈ സിനിമ കണ്ടാൽ എനിക്ക് ചിലപ്പോൾ 5-6 ലക്ഷം രൂപ കിട്ടും. അതെങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഞാൻ 3ാം ക്ലാസ് മുതൽ സിവിൽ സർവീസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന് കൂടെയാണ്. ഞാനിതെല്ലാം യൂസ് ചെയ്യും. പക്ഷെ ഓഡിയൻസ് കണക്ട് ആയിട്ടില്ല. അത് ഫുൾ ഡബിൾ മോൻ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിനെ മാത്രം ബേസ് ആക്കി വന്ന ഒരു ഈഗോ ക്ലാഷ് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് അവിടെ ഫെയിൽ ആയ പോലെയുണ്ട്. 3 മണിക്കൂർ ഡ്യൂറേഷൻ കൂടുതലുണ്ട്. ഇത് ഒരു ആവറേജ് മൂവിയാണ്. പടം കത്തൂല. പടം പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒന്നെങ്കിൽ ഒരു ഫുൾ ഡ്രാമ ആയിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഫുൾ കൊമേഴ്ഷ്യൽ ആയിട്ട് കൊണ്ടുപോകണം. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് പക്ക ഒരു കൊമേഴ്ഷ്യൽ ഉണ്ട്. നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യും ഓക്കെ കിടിലം പടമായിരിക്കും, ജെയ്ക്സ് ബിജോന്റെ BG ഒക്കെ വെച്ച് സെക്കൻഡ് ഹാഫ് ടോപ്പ് ആയിരിക്കും. സെക്കൻഡ് ഹാഫ് എന്നുമ്പം എന്തോ പടം ഭയങ്കര ഒരു മിസ്സിംഗ് പോലെ. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ പോയി സെക്കൻഡ് ഹാഫ് ഇങ്ങനെ വന്ന് ഒന്നും പറയില്ല പടത്തിൽ. ആകെ ഷമിതലേന്റെ പെർഫോമൻസ് ഉള്ളായിരുന്നു. ഷമിതലേനെ ടോപ്പായിട്ട് ലൈക്ക് പടത്തിൽ നിന്ന്. പിന്നെ ജെയ്ക്സ് ബിജോയുടെ BG ആ നൈസായിട്ട് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എൻഡിങ്ങും പോരായിരുന്നു, ഇന്റർവെല്ലും പോരായിരുന്നു. ആകെ എടുത്തു പറയാനുള്ള ഫസ്റ്റ് ഹാഫ് മാത്രമാണ്, വേറെ പടത്തിലൊന്നുമില്ല. ആ ഫേസ് ഓഫ് കണക്ട് ആയില്ല, അതാണ് മെയിൻ സംഭവം. ഈഗോ ക്ലാഷ് എന്ന് പറയുമ്പോൾ 2 ക്യാരക്ടേഴ്സ് ഇപ്പൊ അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസും പക്കയും നമുക്ക് കണക്ട് ആയി. അപ്പൊ അത് പ്രതീക്ഷിച്ച് വന്നു. പക്ഷെ ഇവിടെ ആ ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല. ആ ഒരു ക്യാരക്ടേഴ്സിന്റെ റൈവൽറി അവിടെയാണ് പടത്തിന് ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് പടം ഒരു ആവറേജ് ആയിട്ട് പോയി, അത്രേ ഉള്ളൂ. സിനിമ എൻസൈക്ലോപീഡിയാണ്. ഇത് എൻസൈക്ലോപീഡിയയുടെ സിനിമയാണ്. ഇതിലെ കഥാപാത്രങ്ങളും കഥയും ഒക്കെ നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട സിനിമയാണ്. സിനിമ എൻസൈക്ലോപീഡിയാണ്. ഇതിൽ എൻസൈക്ലോപീഡിയ ഉണ്ടോ? ഇതിൽ എന്തെങ്കിലും അറിവ് ഉപയോഗിക്കാൻ പറ്റുമോ? ഈ സിനിമയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതാണ് നോവലും സിനിമയും നോക്കുക. ആ നോവൽ ഞാൻ വായിച്ചത് 2 മാസം കൊണ്ട് വായിച്ചു ചെയ്തു. ഇത് ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് ആ നോവലിനെ റീക്യാപ്പ് ചെയ്തില്ലേ. 2 മാസം കൊണ്ട് വായിച്ചു. ചെറിയ അതാ നോവൽ വായിക്കുന്നത്. നോവൽ വായിക്കുമ്പോൾ നോവലിനെ നമ്മൾ വായിച്ച് വെറുതെ കളയുകയില്ല, അതിന്റെ സീക്വൻസില അത് വായിച്ച് അങ്ങനെ ഒരാൾ വായിച്ചതുകൊണ്ടല്ലേ ഈ സിനിമ ഇറങ്ങിയത്. ചുമ്മാ നിങ്ങൾ ഒരു അമർ ചിത്ര കഥ വായിക്കും പോലെ നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. 2 മുഴുവൻ വായിച്ചിട്ടുണ്ടോ? 4 കെട്ട് വായിച്ചിട്ടുണ്ടോ? മഞ്ഞ് വായിച്ചിട്ടുണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞില്ലേ, വായനയ്ക്കുള്ള രീതിയാണ്. വായന ചവച്ചരച്ച് നല്ല ആസ്വദിച്ചും വായിക്കാം. പതുക്കെ വായിച്ചങ്ങ് പുറമേ വായിക്കാനും. അതെ, ഈ സിനിമ അതേപോലെ വെച്ചിട്ടുണ്ട്. നല്ല കഥാപാത്രമാണ്. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴേ ഈ പുഷ്പ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അതിന്റെ പല സീക്വൻസുകൾ ഇതിനകത്ത് ആഡ് ചെയ്യണം തോന്നും. അങ്ങനെയൊന്നുമില്ല. നല്ല സിനിമയാണ്. പൃഥ്വിരാജിന്റെ ഒരു തിരിച്ചുവരവാണ്. നന്മയുള്ള കഥാപാത്രങ്ങളെ പൃഥ്വിരാജിന് പറ്റുമെന്ന് പൃഥ്വിരാജ് ഇതിൽ നിന്ന് തെളിയിക്കുകയാണ്. ഇത് കണ്ട സ്പടി ഓർമ്മ വരും. ഷമ്മി തിലകൻ അച്ഛനായി മാറിയതുപോലെ ഓർമ്മ വരും.